Yes, welcome to all. Today, let us continue the lesson. It used to be green once. Okay, but one day it had to happen. When I heard the honking and tooting behind me, I wised that a hole would appear in the ground, that I would fall in it and disappear forever. As mum came near, she started smiling and waving and yelling her head off. Anyone wants a ride, she yelled. They will have to run and jump in. അങ്ങനെ ഒരു ദിവസം അത് സംഭവിച്ചു. ഒരു ദിവസം അമ്മയുടെ കാറിൻ്റെ ഒച്ച കേട്ടപ്പോൾ റോഡിൻ്റെ നടുവിൽ ഒരു കുഴിയുണ്ടായി. ഞാൻ അതിൽ വീണ് അപ്രത്യക്ഷമായിക്കോട്ടെ എന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അമ്മ അടുത്ത് വരുമ്പോഴേക്കും കൈ വീശാനും ഒച്ച ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ആർക്കെങ്കിലും കാറിൽ കയറണമെങ്കിൽ ഓടി വന്ന് കയറിക്കോ, ചാടി കയറിക്കോ എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. ഇതെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ കാണുന്നതിൽ എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. We all turned our heads another way. I hoped Mr. Hardley wouldn't notice the car with our mother in it, and her yelling and tooting, and the brim of her that jumping up and down. But instead, Mr. Hardley took off after the car and leapt in over the back seat on the top of the shopping. Oh, the shame! ഞങ്ങളെല്ലാവരും മിസ്റ്റർ ഹാർഡ്ലിയുടെ കൂടെയായിരുന്നു നടന്നുകൊണ്ട് സ്കൂൾ വിട്ട് വരുന്നത്. അപ്പോൾ അമ്മയുടെ ഈ ഒരു കാറിൻ്റെ ഹോൺ ഹാർഡ്ലി കേൾക്കുന്നതിലായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം അമ്മ വിളിച്ചപ്പോൾ തല തിരിഞ്ഞു കളഞ്ഞു. മിസ്റ്റർ ഹാർഡ്ലി അമ്മയെയും കാറിനെയും കാണാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ വളരെയധികം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പക്ഷേ ഹാർഡ്ലി കാറിൻ്റെ പുറകെ ഓടി ഓടി കാറ് പിടിച്ചു അതിൻ്റെ സാധനങ്ങളുടെ മുകളിലൊക്കെ ചാടി കയറിയിരുന്നു യാത്രയായി. ഓ, ദ ഷെയിം! അല്ല, എന്തൊരു നാണക്കേടാണിത്. But then one day something happened that changed everything. We arrived home to find Dad in his best clothes, walking round and grinning, and not doing anything like getting the cows in, or mending a gate, or digging a drain. We said, "What are you laughing at, Dad? What are you dressed up for? Hey, Mom, what's the matter with Dad?" അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ഒരിക്കൽ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഡാഡി ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീസ് ഗ്രിന്നിങ്, അല്ലേ, അദ്ദേഹം ചിരിച്ചുകൊണ്ടായിരുന്നു നിന്നിരുന്നത്. എന്തിനാണ് നല്ല ഡ്രസ്സ് ഇട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് ഞങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അല്ലേ അമ്മ അതുപോലെ തന്നെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എനിത്തിങ് ലൈക്ക് ഗെറ്റിംഗ് ദ കൗസ് ഇൻ, അല്ലേ, പശുക്കളെ ഒന്നും ഉള്ളിലേക്കാക്കുന്നില്ല. അതുപോലെ തന്നെ മെൻഡിങ് എ ഗേറ്റ്, ആ ഗേറ്റ് നന്നാക്കുന്നില്ല. ഡിഗിങ് എ ഡ്രെയിൻ, അല്ലേ, അവിടെ കുഴിയൊന്നും ഉണ്ടാക്കുന്നില്ല. വാട്ട് ആർ യു ലോഫിങ് അറ്റ് ദാറ്റ്, അല്ലേ, എല്ലാവരും എന്താണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. വാട്ട് ആർ യു ഡ്രസ്ഡ് അപ്പ് ഫോർ, അല്ലേ, നിങ്ങൾ എന്തിനാണ് ഡ്രസ്സ് ധരിച്ചത്? ഹേയ് മാം, വാട്ട്സ് ദ മാറ്റർ വിത്ത് ഡാഡ്, അല്ലേ, അമ്മ എന്താണ് അച്ഛന് പറ്റിയതെന്ന് ഞങ്ങൾ ചോദിച്ചു. യുവർ ഡാഡ്സ് ഈസ് എ റിച്ച് മാൻ, ഷീ സെഡ്. യുവർ ഡാഡ് ഹീസ് ജസ്റ്റ് വോൺ $50,000 ഇൻ എ ലോട്ടറി. അപ്പോൾ അമ്മ പറഞ്ഞു, അവർക്ക് $50,000 ഒരു ലോട്ടറി അടിച്ചു, അല്ലേ, നിങ്ങളുടെ അച്ഛൻ ഒരു പണക്കാരനായി മാറി. അറ്റ് ഫസ്റ്റ് വി കുഡൻറ്റ് ബിലീവ് ഇറ്റ്. Then we all began running around and laughing and yelling and hugging Dad and Mom. അല്ലേ, ആദ്യമൊന്നും കേട്ടപ്പോൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്ലേ, വി കുഡൻറ്റ് ബിലീവ്, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. Then we all began running around and laughing and yelling, hugging Dad and Mom. പിന്നീട് ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് ചാടി ചാടി ആഹ്ലാദിക്കാൻ തുടങ്ങി. We can have shoes, we can have bags, we said. അല്ലേ, ഇനി ഞങ്ങൾക്ക് ഷൂസ് കിട്ടും, അതുപോലെ തന്നെ സ്വിമ്മിങ് സൂട്ട് കിട്ടും, പുതിയ ബാഗും എല്ലാ കാര്യങ്ങളും കിട്ടും. We said we new clothes and swimming toys, proper apples and pears, അല്ലേ, നല്ല ആപ്പിളുകളും നല്ല പിയറുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. Then do you know what's Dad said? Dad said, Mom can have a new car, അല്ലേ, അതുപോലെ തന്നെ അമ്മക്ക് നല്ലൊരു പുതിയ കാർ വാങ്ങിക്കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. ഇത് ഞങ്ങളെ ദിസ് റിയലി അസ്റ്റൗണ്ടഡ് ആൻഡ് അമേസ്ഡ്, ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ആൻഡ് അമേസ്ഡ്, അല്ലേ, ഞങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ടായി. വി വെൻറ്റ് നമ്പ് വിത്ത് എക്സൈറ്റ്മെൻറ്റ് ഫോർ 5 minutes, അല്ലേ, ഞങ്ങൾ കുറച്ച് നേരം ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി മാറി. ദെൻ ബിഗാൻ ഹൂട്ടിങ് ആൻഡ് ഷൗട്ടിങ് അഗൈൻ, പിന്നീട് ഞങ്ങൾ വീണ്ടും ചാടാനും അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കാനും തുടങ്ങി. നോക്കിങ് മം ഓവർ, അല്ലേ, അമ്മയെ ഞങ്ങൾ പിന്നെ തൊടാനും ഒക്കെ തുടങ്ങി. ഞങ്ങൾക്ക് സന്തോഷം കൊണ്ട് മിണ്ടാൻ പോലും പറ്റിയില്ല. എ ന്യൂ കാർ, ഗെറ്റ് us എ പക്കാർഡ് മം,
അല്ലേ? നമുക്കൊരു പുതിയ കാറ് വാങ്ങണം, നമുക്ക് എന്ത് വാങ്ങാം? പക്കാഡ് വാങ്ങാം, ഓറെ ഡി സോട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഡി സോട്ടോ വാങ്ങാം, അല്ലേ? ഗെറ്റ് ദിസ് ഗെറ്റ് ദാറ്റ്, അല്ലേ? ഇത് വാങ്ങാം അത് വാങ്ങാം. ഞങ്ങൾ പക്കാഡോ കാറ് അല്ലെങ്കിൽ ഡെസോട്ടോയോ ഒക്കെ ഉള്ള കാറൊക്കെ വാങ്ങാൻ വേണ്ടി അമ്മയെ നിർദ്ദേശിച്ചു. വെൽ മം ബ്രോട്ട് എ ബിഗ് ഷൈനി ഗ്രീൻ Chevrolet, and Dad got a new cowshed with everything modernized and water gushing everywhere. We all got our new clothes, shoes, bags, stocks, and we even started taking posh lunches to school. ഞങ്ങൾക്കെല്ലാം മമ്മിക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അതും അച്ഛൻ വാങ്ങി തന്നു. ഡാഡി പുതിയൊരു തൊഴുത്തുണ്ടാക്കി, എല്ലാം പുതിയതാക്കി, ഇഷ്ടം പോലെ വെള്ളമൊക്കെ വരാനും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി. അതുപോലെ ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സുകളും ഷൂവും ബാഗുകളും സ്വിമ്മിങ് ക്ലോത്ത്സും ഒക്കെ കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് നല്ല ലഞ്ചായിരുന്നു കൊണ്ടുപോയിരുന്നത്. സാൻഡ്വിച്ചസ്, അല്ലേ? സാൻഡ്വിച്ചസ് കൊണ്ടുപോയി. കട്ടിൻ ട്രയാങ്കിൾ, ത്രികോണാകൃതിയിൽ മുറിച്ച സാൻഡ്വിച്ചുകൾ, അതുപോലെ തന്നെ സ്ക്വാഷ് ബോട്ടിൽസ് ഓഫ് കോഡിയൽ, ക്രിസ്പ് ആപ്പിൾസ് ആൻഡ് പിയേഴ്സ്, അല്ലേ? അതുപോലെ തന്നെ സ്ക്വാഷിൻ്റെ കുപ്പികൾ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ആപ്പിളുകൾ, പേറുകൾ, യെല്ലോ ബനാനാസ്, നല്ല മഞ്ഞ പഴങ്ങളും, ഇതൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് ഉച്ചഭക്ഷണത്തിനായി കൊണ്ടുപോകാൻ തുടങ്ങി. And somehow all of us kids changed. We started acting like we were somebody instead of ordinary like before. We used to whine to Dad for money and spend, and he would always give it to us. Every week we would nag Mom into taking us to the pictures, or if she had tired, we would go ourselves by taxi. We got flash bedspreads and a piano, and we really thought we were neat. ഞങ്ങളാകെ മാറി. ഞങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഞങ്ങൾ പെരുമാറാനും തുടങ്ങി. അതുപോലെ തന്നെ അച്ഛനോട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പണം ചോദിച്ചു വാങ്ങി. അപ്പോഴൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് പണം തന്നു. എല്ലാ ആഴ്ചയിലും മമ്മി ഞങ്ങളെ സിനിമക്ക് കൊണ്ടുപോകുമായിരുന്നു. അഥവാ ഇനി അമ്മക്ക് സമയമില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ഷീണമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു ടാക്സി വിളിച്ച് സിനിമക്ക് പോകുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല കിടക്ക വിരികളും പിയാനോയും എല്ലാം കിട്ടി. ഞങ്ങൾ ഒരു പരിഷ്കാരികളായി മാറി എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നി. As for the old car we made Dad take into the dump, we never wanted to see again. We all cheered when he took it away, except for Mom. Mom stayed inside, where she couldn't watch, but we all stood outside and cheered. അങ്ങനെ പഴയ കാറ് കൊണ്ടുപോയി കളഞ്ഞു. ഞങ്ങൾക്കത് കാണണമില്ലായിരുന്നു. പക്ഷേ വി നെവർ വാണ്ടഡ് ടു സീ ഇറ്റ് അഗെയിൻ, ഒരിക്കലും ഞങ്ങൾക്കത് കാണണ്ട. വി ഓൾ ചിയേർഡ് വെൻ ഹി ടുക്ക് ഇറ്റ് അവേ എക്സെപ്റ്റ് ഫോർ മം, അല്ലെ? ഈ കാറ് കൊണ്ടുപോയപ്പോൾ ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിച്ചു, എക്സെപ്റ്റ് മം. എന്നാൽ അമ്മക്കത് സങ്കടമായി. മം സ്റ്റേഡ് ഇൻസൈഡ് വെർ ഹി കുഡിൻറ്റ് വാച്ച്, അല്ലേ? ഈ കാറ് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയാതിരുന്നത് കൊണ്ട് അമ്മ വീടിനുള്ളിൽ തന്നെ നിന്നു. ബട്ട് വി ആൾ സ്റ്റുഡ് ഔട്ട്സൈഡ് ആൻഡ് ചിയർഡ്, ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വളരെയധികം സന്തോഷം തോന്നി ഞങ്ങൾക്ക്. വി ഓൾ ചേഞ്ച്ഡ് ആസ് ദോ വി വർ റിയലി സംബഡി, ബട്ട് ദർ വാസ് വൺ തിങ് ഐ നോട്ടീസ്ഡ്, അല്ലേ? ഞങ്ങളൊക്കെ മാറി. പക്ഷേ അവിടെ ഒരു കാര്യം മാത്രം ഞങ്ങൾ ശ്രദ്ധിച്ചു. വൺ തിങ് ഐ നോട്ടീസ്ഡ്, മം ഡിഡിൻറ്റ് ചേഞ്ച് അറ്റ് ആൾ ആൻഡ് നൈദർ ഡിഡ് ഡാഡ്, അല്ലേ? മമ്മി മാറിയില്ല, അതുപോലെ തന്നെ ഞങ്ങളുടെ ഡാഡിക്കും മാറാൻ പറ്റിയില്ല. മം ഹാഡ് എ ന്യൂ കാർ ഓൾ റൈറ്റ്, അല്ലേ? ഞങ്ങളുടെ അമ്മക്ക് ഒരു പുതിയ കാറും പുതിയ ഡ്രസ്സും എല്ലാം ഉണ്ട്. അതിൻ്റെ കപ്പിൾ ഓഫ് ന്യൂ ഡ്രസ്സസിൽ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. ന്യൂ പെയർ ഓഫ് ഗലോഷസ് ടു പുട്ട് ഓവർ ഹെർ സ്ലിപ്പേഴ്സിൻ്റെ മുകളിലിടാൻ നല്ല ഗലോഷസ് ഉണ്ട്. ആൻഡ് ഡാഡ് ഹാവ് എ ന്യൂ മോഡേൺ മിൽക്കിംഗ് ഷെഡ് ആൻഡ് ട്രാക്ടർ, അല്ലേ? അച്ഛന് അതുപോലെ തന്നെ പാല് കറക്കാനുള്ള പുതിയ ഉപകരണങ്ങളും ട്രാക്ടറും മറ്റു ഉപകരണങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് സം അതർ ഗാഡ്ഗറ്റ്സ് ഫോർ ദ ഫാം, അല്ലേ? ഫാമിലേക്ക് ആവശ്യമായുള്ള മോഡേണൈസ്ഡ് ഉപകരണങ്ങളെല്ലാം ഉണ്ട്. ബട്ട് മം ആൻഡ് ഡാഡ് ഡിഡിൻ ചേഞ്ച്, പക്ഷേ അമ്മയും അച്ഛനും ഒരിക്കലും തന്നെ മാറിയില്ല. ദേ വർ സെയിം ആസ് ആൾവേസ്, അല്ലെ? അവരെങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മം സ്റ്റിൽ വെൻ ഷോപ്പിംഗ് എവറി വെനസ്ഡേ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് ടു ഡു ഓൾ ദ ഷോപ്പിംഗ് ഹെർസെൽഫ്, ഷി വാസ് ഏബിൾ ടു ടേക്ക് ഓൾ ഹെർ ഫ്രണ്ട്സ് ആൻഡ് റിലേഷൻസ് വിത്ത് ഹെർ. ഷി ഹാഡ് ടു സ്റ്റാർട്ട് ഔട്ട് ഏർലിയർ, so she would have time to pick everyone's up on the way. How angry we used to be when Mum went past with her same old sun hat and her heap of friends and relations, and them all waving and calling out to us. മമ്മി ഇപ്പോഴും എല്ലാ ബുധനാഴ്ചകളിലും ഷോപ്പിങ്ങിന് പോകും. ഇപ്പോൾ ആൾക്കാർക്കായി സാധനങ്ങൾ വാങ്ങുന്നതിന് പകരമായി ഇപ്പോൾ അമ്മ അവരെ എല്ലാം കൊണ്ടാണ്
ഷോപ്പിങ്ങിന് പോകുന്നത്. ആദ്യമൊക്കെ അവർക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാറായിരുന്നു പതിവ്. ഇപ്പോൾ എല്ലാവരെയും കൊണ്ടുപോകും. അതുപോലെ തന്നെ അമ്മ ആ പഴയ തൊപ്പിയും ധരിച്ച് ബന്ധുക്കളുടെയും അതുപോലെ തന്നെ കൂട്ടുകാരികളുടെയും കൂടെ കാറിൽ പോകുമ്പോൾ എല്ലാവരും കൈവീശി കാണിക്കുകയും ബഹളം വെക്കുകയും കാണുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും സങ്കടമാവാറുണ്ട്. Then mom sometimes forgot that new car had brakes, especially when she was approaching the old bridge. We were coming to the opposite way the school bus. മമ്മിയുടെ പഴയ കാറിന് പഴയ കാറ് പോലെ തന്നെ പഴയ കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു. ആ ഒരു ഓർമ്മ കൊണ്ട് തന്നെ പുതിയ കാറിനും ബ്രേക്ക് ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും മമ്മി മറന്നു പോകുമെന്ന് തോന്നി. അങ്ങനെ പഴയ പാലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ബസ് എതിർവശത്ത് നിന്നും വരുന്നുണ്ടാകും. അപ്പോൾ മമ്മി ഹോൺ അടിക്കും. We would start tooting. She would start tooting and the bus would have to pull over and let her through. ബസ് പെട്ടെന്ന് മാറിക്കൊടുത്ത് അമ്മക്ക് വഴി കൊടുക്കാൻ വേണ്ടി ഹോൺ അടിക്കും. That's when our aunties and uncles and friends would start waving and calling out. But some of them couldn't wave because they were too squashed by people and shopping. They had just yell. How shaming. അങ്ങനെ ഈ കാറിൽ നിറച്ച ആളുകളെയും കൊണ്ടായിരിക്കും അമ്മ പോകുന്നത്. അതുകൊണ്ട് കാറിലുള്ള എൻ്റെ അമ്മാവന്മാരും അമ്മായിമാരും കൂട്ടുകാരും ഞങ്ങളെ വിളിക്കുകയും കൈവീശി കാണിക്കുകയൊക്കെ ചെയ്യും. തിരക്ക് കാരണം കൈവീശാൻ പറ്റാത്തവർ കാറിൻ്റെ ഉള്ളിലിരുന്ന് ഒച്ച വെച്ച് ഞങ്ങളെ വിളിക്കും. ഇതൊക്കെ എന്തൊരു നാണക്കേടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ ആദ്യം പഴയ കാറ് ഉള്ളതായിരുന്നു ഞങ്ങളുടെ നാണക്കേട്. പഴയ കാറിൽ സാധനങ്ങളൊക്കെ കുത്തി നിറച്ച് പോയി. ഇപ്പോൾ പുതിയ കാറ് വാങ്ങിയിട്ടും ഞങ്ങളുടെ നാണക്കേട് അമ്മ മാറ്റുന്നില്ല. There were always ropes everywhere over mom's car holding bag of things and shovel handles the roof and the sides. അതുപോലെ തന്നെ ഇപ്പോൾ അമ്മയുടെ കാറിൻ്റെ പുറത്ത് കയറിൽ തൂങ്ങിയ സഞ്ചികൾ കാണാം. കാരണം അവ നിറയെ സാധനങ്ങളായിരിക്കും. ഇപ്പോൾ ഉള്ള കാറിൻ്റെ അവസ്ഥയാണ്. ദ ബൂട്ട് വാസ് ആൾവേസ് ഹാങ്ങിങ് ഓപ്പൺ ബിക്കോസ് ഇറ്റ് വാസ് ടു ഫുൾ ടു ക്ലോസ്. നിറയെ സാധനങ്ങളായതുകൊണ്ട് കാറിൻ്റെ ബൂട്ട് തുറന്ന് മലർത്തി കിടക്കുന്നതായിരിക്കും. കാരണം അത്രയും സാധനങ്ങൾ അതിൽ കുത്തി നിറച്ചാണ് വരിക. തിങ്സ് യൂസ്ഡ് ടു ഡ്രോപ്പ് ഓൺ ദ റോഡ് ഓൾ ദ ടൈം ആൻഡ് ദ ന്യൂ കാർ. പുതിയ കാറ് പച്ച കളറായിരുന്നു. ചിലപ്പോൾ സാധനങ്ങൾ പോകുന്നതിൻ്റെ സ്പീഡിൽ സാധനങ്ങൾ കുത്തി നിറച്ചത് കൊണ്ട് സാധനങ്ങൾ വഴിയിലും വീഴാറുണ്ട്. ആൻഡ് ദ ന്യൂ കാർ ഇറ്റ് യൂസ്ഡ് ടു ബി ഗ്രീൻ വൺസ്. പുതിയ കാർ ചിലപ്പോൾ പച്ച കളറായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ബിക്കോസ് ഇഫ് യു ലുക്ക് ക്ലോസ്ലി യു ക്യാൻ സ്റ്റിൽ സീ സം പാച്ചസ് വെർ ദ ഗ്രീൻ യൂസ്ഡ് ടു ബി. ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ അല്പം പച്ച കളർ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരും. കാരണം അത്രയും സാധനങ്ങളാണ്, പുറത്ത് സാധനങ്ങളാണ്. അതിൻ്റെ കാറിൻ്റെ പുറത്തെല്ലാം സഞ്ചികൾ തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് കാറ് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ശരിക്കും ഈ കാറിൻ്റെ കളർ എന്താണ്? പച്ച കളറാണ്. അതാണ് പറയുന്നത്. ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ. മനസ്സിലായി? ഒരിക്കൽ ഈ കാർ എന്ത് കളറായിരുന്നു? പച്ച കളറായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സസൈസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ സെക്ഷൻ 1-ൽ ഒന്നാമത്തത്, ഹൗ മെനി ചിൽഡ്രൻ ഡിഡ് മം ആൻഡ് ഡാഡ് ഹാവ്? ഈ അമ്മയ്ക്കും അച്ഛനും എത്ര മക്കളുണ്ടായിരുന്നു? ഇതിൽ കറക്റ്റായിട്ട് മക്കളുടെ എണ്ണം പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ 14 ബാഗുകൾ വാങ്ങേണ്ടി വരുമെന്ന് പറയുന്നു. അതിൽ നിന്നും എത്ര മക്കളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 14. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഫ്രൂട്ട്സ് ബിക്കം ഹോളി? എങ്ങനെയാണ് പഴങ്ങൾക്ക് ദ്വാരമുണ്ടായത്? എന്താണ്? ദ റോട്ടൺ പാർട്സ് വേർ ഡഗ് ഔട്ട്. പഴങ്ങളുടെ ചീഞ്ഞ ഭാഗമെല്ലാം മുറിച്ചു കളഞ്ഞിരുന്നു, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ആ ഭാഗം കുഴിഞ്ഞിരിക്കും. അങ്ങനെയാണ് ആ പഴങ്ങൾക്ക് ദ്വാരമുണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ചിൽഡ്രൻ ആസ്ക് ദ ഡ്രൈവർ ടു സ്റ്റോപ്പ് ദ ബസ് വെൻ ദേ സോ മം അപ്രോച്ചിങ്? തങ്ങളുടെ മമ്മിയുടെ കാറ് വരുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് കുട്ടികൾ ബസ് ഡ്രൈവറോട് ബസ് നിർത്താൻ ആവശ്യപ്പെടുന്നത്? കാരണം മംസ് കാർ ഹാഡ് നോ ബ്രേക്ക്. അമ്മയുടെ കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു. ഇതിന് ഓപ്ഷൻ തന്നിട്ടില്ല, അത് നമ്മൾ എഴുതണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ബട്ട് ദെൻ വൺ ഡേ സംതിങ് ഹാപ്പൻഡ് ആൻഡ് ചേഞ്ച്ഡ് എവറിത്തിങ്. വാട്ട് ഹാപ്പൻഡ്? പക്ഷേ ഒരു ദിവസം എല്ലാം മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു ആ സംഭവം? എന്തായിരുന്നു? ഡാഡ് വോൺ എ ലോട്ടറി ഓഫ് $50,000. ഡാഡിക്ക് $50,000 ഒരു ലോട്ടറി അടിച്ചു. ദെൻ സെക്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 1, വൈ ഡിഡ് പേറ്റി ഹേറ്റ് സ്വിമ്മിങ് അറ്റ് സ്കൂൾ? എന്തുകൊണ്ടായിരുന്നു സ്കൂളിൽ നീന്തുന്നതിന് പേറ്റി വെറുത്തത്?
പേറ്റി ഹേറ്റഡ് സ്വിമ്മിങ് അറ്റ് സ്കൂൾ. പേറ്റി സ്കൂളിൽ നീന്തുന്നത് വെറുക്കാൻ കാരണം ഹെർ സ്വിമ്മിങ് ക്ലോത്ത്സ് വേർ ക്വയറ്റ് അൺഫിറ്റിംഗ് ടു ഹർ. അവളുടെ സ്വിമ്മിങ് ക്ലോത്ത് അവൾക്ക് പൂർണ്ണമായും ചേരുന്നതല്ലായിരുന്നു. ഹെർ മദർ മെയ്ഡ് ഹെർ ടോക്സ് ബൈ കട്ടിങ് ഓൾഡ് സ്വിമ്മിങ് ക്ലോത്ത്സ്. പഴയ സ്വിമ്മിങ് ക്ലോത്ത്സ് കീറിയിട്ടായിരുന്നു അവൾക്ക് സ്വിമ്മിങ് ക്ലോത്ത്സ് അമ്മ ഉണ്ടാക്കിയത്. പേറ്റീസ് ചെസ്റ്റ് സൈസ് വാസ് 10. പേറ്റിയുടെ ചെസ്റ്റ് സൈസ് ഏകദേശം 10 ബട്ട് വൺ സ്വിമ്മിങ് ക്ലോത്ത്സ് ഷീ ഹാവ് ഗിവൺ മെഷേർഡ് 38. പക്ഷേ അവൾക്ക് നൽകിയ സ്വിമ്മിങ് ഡ്രസ്സിൻ്റെ സൈസ് 38. അപ്പോൾ ഒരുപാട് ലൂസായിരുന്നു അവൾക്ക് ആ ഒരു സ്വിമ്മിങ് ക്ലോത്ത്സ്. അതുകൊണ്ടാണ് അവൾ സ്കൂളിൽ നീന്തുന്നത് പറ്റി വെറുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 2. വൈ ഡിഡ് അങ്കിൾ രാജ് ഗിവ് ഡാഡ് ഹിസ് കാർ? അങ്കിൾ രാജ് എന്തുകൊണ്ടാണ് തൻ്റെ പഴയ കാർ ഡാഡിക്ക് അല്ലെങ്കിൽ അമ്മക്ക് കൊടുത്തത്? അങ്കിൾ റാസ് ഗേവ് ഡാഡ് ഹിസ് ഓൾഡ് കാർ കാരണം ഹി കുഡ് നോട്ട് റീപെയർ ഇറ്റ് എനിമോർ. അത് അദ്ദേഹത്തിന് റീപെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പഴകിയതായിരുന്നു. അതുപോലെ തന്നെ ഹി ലിവ്ഡ് ഇൻ ഓക്ക്ലൻഡ്. അദ്ദേഹം ഓക്ക്ലൻഡിലാണ് താമസിച്ചിരുന്നത്. ഓക്ക്ലൻഡിൽ ഹി വാസ് ഫൈൻഡ് ഫോർ ഡ്രൈവിംഗ് സച്ച് ആൻ ഓൾഡ് കാർ. അത്രയും പഴകിയ ഒരു കാർ ഓടിക്കുന്നതിന് അയാൾ ഒരു പ്രാവശ്യം പിഴ അടച്ചിരുന്നു. അപ്പോൾ ഇനിയും അത് ഓടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിഴ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് ആർക്ക് നൽകിയത്? തൻ്റെ അങ്കിൾ ആരുടെ അച്ഛന്? ഇവരുടെ അച്ഛന് ഇത് നൽകിയത്. തേർഡ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് മം ടൂട്ട് ദ ഹോൺസ് ഓഫ് ദ കാർ ഓൺ വെനസ്ഡേ മോർണിംഗ്? ബുധനാഴ്ചകളിൽ റോഡിൽ കയറിയാൽ ഉടനെ തന്നെ എന്തുകൊണ്ടാണ് മമ്മി ഹോൺ അടിച്ചുകൊണ്ടില്ലേ? വെൻ ഷി വാസ് ഔട്ട് ഓൺ ദ റോഡ്. അല്ലേ, റോഡിൽ കയറിയാൽ ഉടനെ തന്നെ മമ്മി ഹോൺ അടിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? ഷീ ടൂട്ടഡ് ദ ഹോൺസ് ടു അനൗൺസ്. എന്തിനായിരുന്നു? ടു അനൗൺസ് ടു ഹർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ദാറ്റ് ഷി വാസ് ഓൺ ഹർ വേ ടു ഷോപ്പ്. തൻ്റെ കൂട്ടുകാരോടും ബന്ധുക്കളോടും താൻ ഷോപ്പിങ്ങിന് പോവുകയാണെന്ന് പറയാൻ വേണ്ടിയായിരുന്നു മമ്മി ഹോൺ അടിച്ചത്. ഇഫ് ദേ വാണ്ടഡ് സംതിങ്, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദേ വുഡ് യെൽ ഇറ്റ് ടു ഹർ. അവർ ഉറക്കെ അമ്മയോട് സാധനങ്ങൾ വിളിച്ചു പറയുമായിരുന്നു. ആൻഡ് ഷീ ഹാഡ് നോ ബ്രേക്ക് ടു സ്റ്റോപ്പ് ദ കാർ. കാരണം അവർ പറയുന്നത് കേൾക്കാൻ നിർത്താനുള്ള ബ്രേക്ക് അമ്മയുടെ കാറിനില്ലായിരുന്നു. അതുപോലെ തന്നെ ഷീ വുഡ് ബൈ ദ തിങ്സ് ഫ്രം ദ സ്റ്റോർ. അവൾ സാധനങ്ങൾ സ്റ്റോറിൽ നിന്ന് വാങ്ങും. എന്നിട്ട് ആൻഡ് ഗിവ് ദം ടു ദോസ് ഹു ഹാഡ് ആസ്ക്ഡ് ഫോർ ദം ഓൺ ഹർ റിട്ടേൺ ജേണി. തിരിച്ചു വരുമ്പോൾ ആർക്കൊക്കെയാണോ സാധനങ്ങൾ ആവശ്യമുള്ളത് അല്ലെങ്കിൽ ആരൊക്കെയാണോ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞത് അവർക്കെല്ലാം അമ്മ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ബുധനാഴ്ചകളിൽ റോഡിൽ കയറിയാൽ ഉടനെ തന്നെ ഹോൺ അടിക്കുന്നത് താൻ ഷോപ്പിങ്ങിന് പോവുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വാസ് ദ ഓൺലി ആക്സിഡൻറ്റ് ദാറ്റ് മം എവർ ഹാഡ് ഇൻ ഹർ കാർ? ഒരിക്കൽ മാത്രമായിരുന്നു മമ്മിക്ക് കാറിൽ അപകടം പറ്റിയിരുന്നത്. എന്തായിരുന്നു ആ അപകടം? ഇത് അമ്മക്ക് പറ്റിയതുമല്ല, കാറിൽ ഇങ്ങനെയുള്ള ഒരു കാറിൽ പോയിട്ട് എന്താണ് പറ്റിയ അപകടം എന്നാണ്. ദ ഓൺലി ആക്സിഡൻറ്റ് ദാറ്റ് മം എവർ ഹാഡ് ഇൻ ഹർ കാർ. അല്ലേ, ആകെ ഈ ഒരു കാറിൽ പോയത് കൊണ്ടുണ്ടായ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ വെൻ ഷീ ത്രൂ എ സൈഡ് ഓഫ് മട്ടൺ ടു അങ്കിൾ പേറ്റ. അങ്കിൾ പേറ്റയ്ക്ക് ഒരു ആടിൻ്റെ ഭാഗം മമ്മി വാങ്ങിച്ചിരുന്നു. അത് എറിഞ്ഞു കൊടുത്തപ്പോൾ ആൻഡ് ഇറ്റ് നോക്കഡ് ഹിം ആൻഡ് ബ്രോക്ക് ഹിസ് ലെഗ്. അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ അത് ദേഹത്ത് കൊണ്ട് അയാൾ ഉരുണ്ട് വീണ് അയാളുടെ കാലിൻ്റെ എല്ല് പൊട്ടി, കാലൊടിഞ്ഞു. ഈ ഒരു അപകടം മാത്രമാണ് ഇങ്ങനെ ഒരു കാറിൽ യാത്ര ചെയ്തതുകൊണ്ട് നമുക്കുണ്ടായത്. ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് മിസ്റ്റർ ഹാർഡ്ലി ആൻഡ് പഹേക്ക ടീച്ചർ പ്രസൻറ്റഡ് ഇൻ ദ സ്റ്റോറി? എങ്ങനെയാണ് പഹേക്ക ടീച്ചറായ മിസ്റ്റർ ഹാർഡ്ലിയെ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്? മിസ്റ്റർ ഹാർഡ്ലി വാസ് എ ന്യൂ ടീച്ചർ അറ്റ് സ്കൂൾ. മിസ്റ്റർ ഹാർഡ്ലി ആ സ്കൂളിലെ പുതിയ ടീച്ചറായിരുന്നു. ആൻഡ് ഹി സ്റ്റേഡ് നോട്ട് ഫാർ ഫ്രം വേർ ദ ഓതർ ആൻഡ് ഹർ ഫാമിലി ലിവ്ഡ്. കുട്ടികളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ദ ഗേൾസ് തോട്ട് ദാറ്റ് ഹി വാസ് റിയലി നെറ്റ്. അല്ലേ, പെൺകുട്ടികളെല്ലാം അദ്ദേഹം നല്ല നീറ്റുള്ള ഒരാളായിരുന്നു, നല്ല ആളായിരുന്നു എന്ന് കരുതി. ഹി ആൾവേസ് വെൻറ്റ് ഓൺ ഫുട്ട് ഓൺ ദ പ്ലേസ് വെർ ഹി സ്റ്റേഡ്. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹം നടന്നായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. വൺ ഡേ വി വേർ വാക്കിംഗ് വിത്ത് ഹിം.
അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തോട് കൂടെ ഞങ്ങൾ നടന്നു വരുമ്പോൾ വെൻ മം കാർ കെയിം ഡ്രൈവിങ്, അമ്മ കാറുമായി വരുന്നുണ്ടായിരുന്നു. ഷി വാസ് വേവിങ് ആൻഡ് യെല്ലിങ്, അല്ലേ, അമ്മ ലിഫ്റ്റ് വേണമെങ്കിൽ ഓടി കയറിക്കോ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മ വന്നിരുന്നത്. ഇഫ് എനിവൺ വാണ്ടഡ് ടു റൈഡ്, അല്ലേ, വാണ്ടഡ് എ റൈഡ്, ആർക്കെങ്കിലും കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ കയറിക്കോ എന്ന് ആർത്ത് വിളിച്ചായിരുന്നു അമ്മ വന്നിരുന്നത്. മിസ്റ്റർ ഹാർഡ്ലി ദെൻ റാൻ ആൻഡ് ജംപ്ഡ് ഇൻ ടു ദ കാർ. അങ്ങനെ മിസ്റ്റർ ഹാർഡ്ലി ഓടിപ്പോയി കാറിൽ കയറി. അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനാണ് മിസ്റ്റർ ഹാർഡ്ലിയെക്കുറിച്ച് ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദെൻ 6th ക്വസ്റ്റ്യൻ, ഹൗ കുഡ് ഡാഡ് ബൈ എ ന്യൂ കാർ? എങ്ങനെയാണ് ഡാഡിക്ക് ഒരു പുതിയ കാർ വാങ്ങിക്കാൻ പറ്റിയത്? എങ്ങനെയാണ്? ഹി കുഡ് ബൈ എ ന്യൂ കാർ ബിക്കോസ് ഹി വോൺ എ ലോട്ടറി ഓഫ് $50,000. ഡാഡിക്ക് $50,000 ഒരു ലോട്ടറി അടിച്ചത് കൊണ്ടാണ് പുതിയ കാർ വാങ്ങിക്കാൻ പറ്റിയത്. The last question in the section 2, list a few things mom did that shamed her children. എങ്ങനെയായിരുന്നു കുട്ടികളെ മമ്മി നാണം കെടുത്തിയത്? ചില കാര്യങ്ങൾ പറയുക, അല്ലെ. ഒരുപാട് കാര്യങ്ങളിൽ അമ്മ മക്കളെ നാണം കെടുത്തിയിരുന്നു. ഒന്നാമത്തത് എന്തായിരുന്നു? ഷീ മെയ്ഡ് ദം വിയർ അൺഫിറ്റിംഗ് സ്വിമ്മിങ് ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം ദ ഓൾഡ് വൺസ്. പഴയ സ്വിമ്മിങ് ക്ലോത്ത്സിൽ നിന്നും മുറിച്ചുണ്ടാക്കിയ പാകമല്ലാത്ത സ്വിമ്മിങ് ക്ലോത്ത്സ് നൽകിക്കൊണ്ട്. രണ്ടാമത്തത്, ഷി പുട്ട് റെഡ് സ്റ്റിച്ചസ് ഓൺ ദെയർ ക്ലോത്ത്സ്. അവരുടെ വസ്ത്രങ്ങളിലെല്ലാം ചുവന്ന നൂലുകൊണ്ട് അമ്മ തയ്ക്കുമായിരുന്നു, അല്ലേ. ദെൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നാണം കെടുത്തുന്നത്, അല്ലേ. ദെൻ തേർഡ് വൺ, ഷി വുഡ് സേ ലൗഡ്ലി ദാറ്റ് വെൻ ഷി വാസ് ഗോയിങ് ടു സ്കൂൾ ഷി ഡിഡ് നോട്ട് ഈവൻ ഹാവ് എനി സ്വിമ്മിങ് ക്ലോത്ത്സ് ടു വിയർ ആൻഡ് സോ വി വെൻറ്റ് ഫോർ സ്വിമ്മിങ് വിത്തൗട്ട് ക്ലോത്ത്സ് അറ്റ് ആൾ. ഈ ചെറിയ അവർക്ക് പാകമല്ലാത്ത സ്വിമ്മിങ് ക്ലോത്ത്സ് ധരിച്ചുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് മക്കൾ പറയുമ്പോൾ അമ്മ ഉറക്കെ പറയുമായിരുന്നു. അവർ കുട്ടിയായിരുന്നപ്പോൾ തുണിയൊന്നുമില്ല, ഒരു സ്വിമ്മിങ് ക്ലോത്ത്സും ഇല്ലാതെയായിരുന്നു നീന്തിയിരുന്നത് എന്ന് വിളിച്ചു പറയുന്നു. ഇതും അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. നാലാമത്തത് പറയുകയാണെങ്കിൽ, ഷി വോർ ഡ്രസ് മെയ്ഡ് ഫ്രം എ ജപ്പാനീസ് ബെഡ് സ്പ്രെഡ് ആൻഡ് ഫ്ലോപ്പി സൺ ഹാറ്റ്. ഒരു ജപ്പാനീസ് കിടക്കവിരി കൊണ്ടുണ്ടാക്കിയ ഒരു ഡ്രസ്സായിരുന്നു അവർ ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്ലോപ്പി ആയിട്ടുള്ള ഒരു തൊപ്പിയും ധരിച്ചിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഇത് നാലാമത്തത്. പിന്നെ ഷീ ഷൗട്ടഡ് ആൻഡ് യെല്ലഡ് ആസ് ഷീ ഡ്രോവ് ദ കാർ. അമ്മ കാർ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറക്ക ബഹളം വെക്കുമായിരുന്നു. നെക്സ്റ്റ് വൺ, ആറാമത്തത്, ഷീ ഡ്രോവ് ദ കാർ ടു ദ സ്റ്റോർ ഓൺ വെനസ്ഡേ. ബുധനാഴ്ചകളിൽ അമ്മ ഷോപ്പിങ്ങിന് പോകുമായിരുന്നു. ബ്രേക്കില്ലാത്ത കാർ ഓടിച്ചുകൊണ്ട് ഷോപ്പിങ്ങിന് പോകുമായിരുന്നു. ദെൻ 7th വൺ, സിൻസ് ഹർ കാർ ഹാഡ് നോ ബ്രേക്സ് ദ ചിൽഡ്രൻ ഹാഡ് ടു ടെൽ ദ ബസ് ഡ്രൈവർ ടു സ്റ്റോപ്പ് ഫോർ ഹർ വെൻ ദേ ഹാഡ് ടു ക്രോസ് വൺ വേ ബ്രിഡ്ജ്. മമ്മി എതിർവശത്ത് നിന്ന് വരുമ്പോൾ പാലം കടക്കുന്നതിന് മുമ്പ് തന്നെ ബസ് ഡ്രൈവറോട് ബസ് നിർത്തി അമ്മയെ കടത്തിവിടാൻ കുട്ടികൾ അപേക്ഷിക്കുമായിരുന്നു. കാരണം കാറിന് ബ്രേക്കില്ല. ഇതും അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. ദ നെക്സ്റ്റ് വൺ, ഷീ വിൽഡ് ഈവൻ ന്യൂ കാർ വിത്ത് ഹെർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആൻഡ് ഗുഡ്സ്. എന്നാൽ പുതിയ കാർ വാങ്ങിയിട്ടും, അല്ലെ, ഇതൊക്കെ അമ്മക്ക് പുതിയ കാർ കിട്ടുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന നാണക്കേടായിരുന്നു. പിന്നെ പുതിയ കാറിൽ കിട്ടിയിട്ടും ഷീ വിൽഡ് ഈവൻ ദ ന്യൂ കാർ വിത്ത് ഫ്രണ്ട്സ്, അല്ലെ, അവളുടെ സുഹൃത്തുക്കളെയും സാധനങ്ങളെയും ബന്ധുക്കളെയൊക്കെ കുത്തി നിറച്ചുകൊണ്ടായിരുന്നു അമ്മ പുതിയ കാറിലും യാത്ര ചെയ്തിരുന്നത്. ഇതും അവർക്ക് ദിസ് ആൾസോ ഷെയിംഡ് ഹർ ചിൽഡ്രൻ. ഇതും അവരുടെ മക്കളെ നാണം കെടുത്തി. നെക്സ്റ്റ് സെക്ഷൻ 3, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ് നോട്ട് എക്സീഡിങ് 100 വേർഡ്സ് ഈച്ചിലെ. അത് മൊത്തമായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാം. വാട്ട് പിക്ചർ ഓഫ് മദർ ഡു യു ഗെറ്റ് ബൈ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി? ഈ കഥ അവസാനിക്കുമ്പോൾ അമ്മയെ പറ്റിയുള്ള എന്തൊരു ചിത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഈ ഒരു അമ്മ നാണം കെടുത്തുകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അമ്മയെക്കുറിച്ചുള്ള എന്ത് ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്? അല്ലേ, ഷീസ് എ ഹാർഡ് വർക്കിംഗ് വുമൺ, അല്ലേ, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് കമ്പാഷനേറ്റ് വുമൺ ഹു വാണ്ടഡ് ടു ഹെൽപ്പ് ഹർ റിലേറ്റീവ് ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ വേ ഷീ കുഡ്. തൻ്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും തന്നാൽ കഴിയുന്ന വിധം സഹായിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. ഷീ ഹാഡ് 14 ചിൽഡ്രൻ. അവർക്ക്
14 മക്കളുണ്ടായിരുന്നു. ഷീ മെയ്ഡ് സ്വിമ്മിങ് ക്ലോത്ത്സ് ഫോർ ദം, ദ ഓൾഡ് സ്വിമ്മിങ് ക്ലോത്ത്സ്, പഴയ ക്ലോത്തിൽ നിന്നും സ്വിമ്മിങ് ക്ലോത്ത്സ് ഉണ്ടാക്കുമായിരുന്നു. ദ ചിൽഡ്രൻ ഡിഡ് നോട്ട് ലൈക്ക് ദം ബിക്കോസ് ദേ വർ നോട്ട് റൈറ്റ് സൈസ്. അല്ലേ, അതൊന്നും അവരുടെ മക്കൾക്ക് ഇഷ്ടമില്ലായിരുന്നു, അത് കറക്റ്റ് സൈസ് അല്ലാത്തത് കൊണ്ട്. എങ്കിലും ഷി വാസ് സ്ട്രിക്റ്റ് വിത്ത് ദം. അല്ലേ, അവരുടെ അടുത്ത് മമ്മി വളരെയധികം സ്ട്രിക്റ്റ് ആയിരുന്നു. അവരെന്തൊക്കെ പറഞ്ഞാലും മമ്മിയുടെ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഷി ഹാഡ് തിങ്സ് ഓപ്പൺലി വിച്ച് മെയ്ഡ് ദം അഷേംഡ് ഓഫ് മദർ. ഷി ഈവൻ സെഡ് വെൻ ഷി വാസ് സ്മാൾ ആൻഡ് സ്വാം നേക്കഡ് ദ സ്കൂൾ ആസ് ഷി ഹാഡ് നോ സ്വിമ്മിങ് ക്ലോത്ത്സ്. അല്ലേ, തനിക്ക് ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള സ്വിമ്മിങ് ക്ലോത്ത്സ് വരെ കിട്ടിയിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി ഉണ്ടായിരുന്നത്. When she started taking the old car on Wednesday, she tried to help the relatives and friends who lived along the street, the store. സ്ട്രീറ്റ് മുതൽ അല്ലെ സ്റ്റോർ വരെ ഉള്ള എല്ലാ റിലേറ്റീവ്സിനെയും ബുധനാഴ്ചകളിൽ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം അമ്മ നൽകുമായിരുന്നു, അല്ലെങ്കിൽ ഇവർ നൽകുമായിരുന്നു. എങ്കിലും although the car had no brakes, she made an accident only once. ഈ കാറിന് ബ്രേക്ക് ഒന്നും ഇല്ലെങ്കിലും ആകെ ഒരു ആക്സിഡൻറ്റ് മാത്രമായിരുന്നു അമ്മക്ക് പറ്റിയിരുന്നത്. അത് തന്നെ അങ്കിൾ പേറ്റയ്ക്ക് ഇത് എറിഞ്ഞു കൊടുത്തപ്പോൾ. ഈവൻ വെൻ ഷീ ഗോട്ട് എ ന്യൂ കാർ, എങ്കിലും പുതിയൊരു കാർ കിട്ടിയിട്ട് പോലും അമ്മയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടായിരുന്നത്. ഷീ ഹെൽപ്ഡ് പീപ്പിൾ വിത്തൗട്ട് ബിക്കമിങ് പ്രൗഡ് ആൻഡ് സെൽഫിഷ്. അല്ലെ, പുതിയ കാർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരുപാട് സമ്പത്തുണ്ടാകുമ്പോൾ അല്ലേ, നമ്മുടെ പഴയ സുഹൃത്തുക്കളൊക്കെ മറന്നു പോകുന്നൊരവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടാവുക. ഇവിടെ ഷീ ഹെൽപ്ഡ് പീപ്പിൾ വിത്തൗട്ട് ബിക്കമിങ് പ്രൗഡ് ആൻഡ് സെൽഫിഷ്. അല്ലേ, ഒരിക്കലും അഹങ്കാരമില്ലാതെ തൻ്റെ സുഹൃത്തുക്കളെ വീണ്ടും സഹായിക്കുകയാണ് അവർ ചെയ്തത്. മെനി പീപ്പിൾ ചേഞ്ച് വെൻ ദേ ഗെറ്റ് റിച്ച്. അല്ലേ, അപ്പോൾ അധികം ആളുകളും സമ്പത്തുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ മറന്നു പോവാറാണ്. ബട്ട് ഷീ ഡിഡ് നോട്ട് ചേഞ്ച്. പക്ഷേ അവർക്കൊരു മാറ്റവും സംഭവിച്ചില്ല. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ വിന്നിങ് ദ ലോട്ടറി അഫക്ട് ദ പാരൻസ് ആൻഡ് ദ ചിൽഡ്രൻ. എങ്ങനെയാണ് ലോട്ടറി കിട്ടിയത് മാതാപിതാക്കളെയും കുട്ടികളെയും സ്വാധീനിച്ചത്? അല്ലേ, ഒരുപാട് മാറ്റങ്ങളാണ് അവർക്കുണ്ടായത്. അല്ലേ, അറ്റ് ഫസ്റ്റ് ദേ കുഡൻറ്റ് ബിലീവ് ഇറ്റ്. അല്ലേ, ആദ്യം അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദെൻ ദേ സ്റ്റാർട്ടഡ് ലാഫിങ് ആൻഡ് ഹഗിങ് ഡാഡ് ആൻഡ് മം. പിന്നീട് അവർ മമ്മക്കും അച്ഛനോടും കൂടെ അവർ വളരെയധികം സന്തോഷിച്ചു. അതുപോലെ തന്നെ ഡാഡ് സെഡ് മം കുഡ് ഹാവ് എ ന്യൂ കാർ. അമ്മക്കൊരു പുതിയ കാർ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു. ദിസ് റിയലി അമേസ്ഡ് ദം. ഇതവരെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അങ്ങനെ ദേ ഗോട്ട് എ ന്യൂ കൗ ഷെഡ് വിത്ത് എവറിത്തിങ് മോഡേണൈസ്ഡ് ആൻഡ് വാട്ടർ ഗഷിങ് എവരിവർ. പുതിയ ഒരു കൗ ഷെഡ് ഉണ്ടാക്കി. ദ ചിൽഡ്രൻ ഗോട്ട് ദെയർ ന്യൂ ക്ലോത്ത്സ്, ഷൂസ്, ബാഗ്സ് ആൻഡ് സ്വിമ്മിങ് സ്യൂട്ട്. ദേ സ്റ്റാർട്ടഡ് ടേക്കിംഗ് പോഷ് ലഞ്ചസ് ടു സ്കൂൾ. ദേ ഹാഡ് സാൻഡ്വിച്ചസ്, കട്ടിംഗ് ട്രയാങ്കിൾസ്, ബോട്ടിൽ ഓഫ് സ്ക്വാഷ്, ക്രിസ്പ് ആപ്പിൾസ് ആൻഡ് പിയേഴ്സ് ആൻഡ് യെല്ലോ ബനാനാസ്. ദേ ഓഫൺ വെൻറ്റ് ഫോർ പിക്ചേഴ്സ്. അല്ലേ, സാധാരണയായി സിനിമയ്ക്ക് പോകുമായിരുന്നു. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവർക്ക് കിട്ടി. Men could not drive them, they took a taxi. But all this did not change the parents. They remained hardworking and humble in spite of winning the lottery. അല്ലേ, ഈ മാറ്റങ്ങളൊന്നും ആരെ മാറ്റം വരുത്തിയില്ല. കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി, പക്ഷേ പാരൻസിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ദേ റിമെയിൻ ഹാർഡ് വർക്കിംഗ്. അല്ലേ, അവർ കഠിനാധ്വാനികളായിട്ട് തന്നെ തുടർന്നു. അതുപോലെ തന്നെ ഹംബിൾ, അല്ലേ, വളരെ വിനയമുള്ളവരുമായി. ഇൻസ്പൈറ്റ് ഓഫ് വിന്നിങ് ലോട്ടറി, ഒരു ലോട്ടറി അടിച്ചിട്ട് പോലും അവരിൽ മാറ്റങ്ങളൊന്നും വന്നില്ല. The third one is discuss the symbolism of the car in the story. കഥയിലെ പ്രതീകം ചർച്ച ചെയ്യുക. അല്ലേ, ഇൻ ദ സ്റ്റോറി വി ഹാവ് ടു ഡിസ്റ്റിങ്ക്റ്റ് കാർ ആൻഡ് ബോത്ത് ആർ സിംബോളിക്സ്. അല്ലേ, ഈ കഥയിൽ രണ്ട് കാർ നമുക്ക് കാണാം. ഫസ്റ്റ് ഹാവ് ദ കാർ ദാറ്റ് ഗിഫ്റ്റഡ് ടു ഡാഡ് ബൈ അങ്കിൾ റാസ്. ഒന്നാമത്തെ കാറ് അങ്കിൾ റാസ് നൽകിയതായിരുന്നു. അതിന് ബ്രേക്കില്ലായിരുന്നു. അത് എന്താണ്, അങ്കിൾ റാസ് ലിവ്ഡ് ഇൻ ഓക്ലൻഡ് ആൻഡ് ഡ്രൈവിംഗ് സച്ച് എൻ ഓൾഡ് കാർ വാസ് നോട്ട് പെർമിറ്റഡ് ദർ. അവിടെ അത് ഓടിക്കാൻ പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് നൽകിയത്. ദെർഫോർ ഹി ഗേവ് ഇറ്റ് ഹാഡ് നോ ബ്രേക്സ്. The problem for children started when mom starting driving on Wednesday to get this from the store. The car had without is symbolic of poverty. ഒന്നാമത്തെ കാർ, ദ കാർ വിത്തൗട്ട് ബ്രേക്ക് ഇല്ലാത്ത ഈ ഒരു കാറ് സിംബോളിക് ഓഫ് പോവർട്ടിയുടെ അടയാളമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുതിയ കാർ കിട്ടിയതിന് ശേഷം, അല്ലേ, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മം റിമെയിൻസ് ദ സെയിം. അല്ലേ, അമ്മയുടെ നിലപാടിന് മാറ്റമൊന്നുമില്ലായിരുന്നു. അല്ലേ, ഷീ ക്യാരീസ് ദ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഇൻ ഇറ്റ് ആൻഡ് ദേ ഫിൽഡ് ദ കാർ വിത്ത് തിങ്സ്. ഈ ഒരു കാറ്
എന്താണ് ഫോർ മം ഹെർ ഫ്രണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റി വെർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹെർ മണി. അല്ലേ, അമ്മക്ക് തൻ്റെ സുഹൃത്തുക്കളും സമുദായവുമാണ് പണത്തിനേക്കാളേറെ വലുത്. അപ്പോൾ ഇവിടെ ഓൾ ദ സെയിം ദ പോഷ് കാർ ഈസ് സിംബോളിക് ഓഫ് വെൽത്ത്. ഈ രണ്ടാമത്തെ കാറ് സമ്പത്തിൻ്റെ അടയാളമായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ചിൽഡ്രൻ ഹേറ്റ് വെനസ്ഡേ? എന്തുകൊണ്ടായിരുന്നു കുട്ടികൾ ബുധനാഴ്ചകളെ വെറുത്തിരുന്നത്? അല്ലേ, ഇത് നമ്മൾ സെക്ഷൻ 2-ൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു ബുധനാഴ്ചകളിൽ എന്തായിരുന്നു അമ്മ ചെയ്തുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് അവർ ബുധനാഴ്ചകളെ വെറുത്തിരുന്നത്. അത് ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. 5th ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ സ്റ്റോറി കൺവേ മവോറി കോൺഷ്യസ്നസ്? എങ്ങനെയാണ് കഥ മവോറി ആശയങ്ങളെ പ്രതിപാദിക്കുന്നത്? ദ ലിറ്ററൽ മീനിങ് ഓഫ് മവോറി ഈസ് നോർമൽ. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് നോർമൽ എന്നാണ്. മവോറി പീപ്പിൾ മെൻറ്റ് നോർമൽ പീപ്പിൾ ഹു ഷെയർഡ് എ കോമൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. മവോറി പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനാണ്, സാധാരണ ജനങ്ങളാണ്. ഷെയർഡ് എ കോമൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ദേ ഹാവ് ബീൻ സബ് ഡിവൈഡഡ് ടു വേരിയസ് ട്രൈബ്സിൽ. ഒരുപാട് ട്രൈബ്സ് ആയിട്ട് അവരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മവോറി ബിക്കേം എൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇൻ ദ ന്യൂസിലാൻഡ് ഇൻ 1987. ന്യൂസിലൻഡിൽ 1987 മവോറി ലാംഗ്വേജ് ഒരു അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജായി മാറി. ഇവിടെ വി സി ഓൾ ദ മവോറി കോൺഷ്യസ്നെസ് ഇൻ മം. ഇവിടെ നമുക്ക് മവോറി കോൺഷ്യസ്നെസ് ഈ ഒരു അമ്മയിലൂടെ കാണാൻ സാധിക്കും. ഷീസ് പുവർ, അല്ലേ, അവർ പാവപ്പെട്ടവരായിരുന്നു. എന്നിട്ട് കൂടി ഷീ ഡ്രൈവ്സ് ഹെർ ബ്രേക്ക്ലെസ് കാർ ടു ദ സ്റ്റോർ ആൻഡ് ടൂട്ട്സ് ഓൾ ദ വേ ടു അനൗൺസ് ഹെർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ഷീസ് ഓൺ ദ വേ ടു ഡു ഷോപ്പിംഗ്. അല്ലേ, തൻ്റെ സുഹൃത്തുക്കൾക്കോടും എല്ലാവരോടും ഞാൻ പോകുന്നതായിട്ട്, അല്ലെ, ഷോപ്പിങ്ങിന് പോകുന്നതായിട്ട് പറയുകയും അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഈവൻ വെൻ ഷീ ഗോട്ട് എ ന്യൂ കാർ ഷീ ഡസ് നോട്ട് ചേഞ്ച്. അല്ലെ, അവൾക്ക് പുതിയ കാറ് കിട്ടിയിട്ട് കൂടി അവരുടെ നിലപാടിലൊരു മാറ്റവും വന്നില്ല. ഇൻ നോ ടൈം വി സി ദ കാർ ലോസസ് ഗ്ലാമർ ആൻഡ് പെയിൻറ്റ്. അല്ലേ, പുതിയ കാറ് വാങ്ങിയിട്ടും ബാഗ്സ് ഓഫ് തിങ്സ് ആൻഡ് ടൂൾസ് ലൈക്ക് ഷോവൽസ് ഹാങ് ഔട്ട്സൈഡ് ദ കാറിലെ പുതിയ കാറിൻ്റെ പുറത്തും ഒരുപാട് സാധനങ്ങളൊക്കെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നോട്ട് മെനി പീപ്പിൾ വുഡ് എലോ ദ ന്യൂ കാർസ് ടു ബി മിസ്യൂസ്ഡ് ലൈക്ക് ദല്ലേ, ഒരാളും തന്നെ ഇങ്ങനെ ഒരു പുതിയ ഒരു കാർ ഇങ്ങനെ മിസ്യൂസ് ചെയ്തില്ല. ഹിയർ വി ക്യാൻ സീ മവോറി കോൺഷ്യസ്നെസ്. ഇവിടെ നമുക്ക് മവോറി കോൺഷ്യസ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സെക്ഷൻ 4-ൽ 2 ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ ഹ്യൂമർ ഇൻ ദ സ്റ്റോറി, എക്സാമ്പിൾ ദ നരേഷൻ ഇൻ ദ സ്റ്റോറി. അല്ലേ, നമുക്ക് ഇതിൽ സ്വിമ്മിങ് ഡോഗ്സും അതുപോലെ തന്നെ അമ്മയുടെ ആ യാത്രയും ഒക്കെ ഒരുമിച്ച് കൂട്ടി എഴുതിയാൽ എന്താവും? ഹ്യൂമർ ഇൻ ദ സ്റ്റോറി ആവും. എക്സാമ്പിൾ ദ നരേഷൻ ഓഫ് ദ, അല്ലേ, കഥ പറയുന്ന വിധം നമ്മൾ എഴുതുക. അല്ലേ, അറ്റ് ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ. അതുപോലെ ഇത് എന്താണ്? നരേഷൻ ഓഫ് ദ സ്റ്റോറി ഈസ് എ സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ് വൺസ് ഇൻ ദ യൂഷ്വൽ വൺ ഓഫ് ടെല്ലിംഗ് സ്റ്റോറിയിലെ ഒരു കഥ പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കഥ നമ്മോട് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇത്രയും ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.